നമസ്കാരം. വാർത്താരംഭത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സംസ്ഥാനം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. ഇന്ന് നിശബ്ദ പ്രചാരണം. അവസാന മണിക്കൂറുകളിൽ വോട്ടുറപ്പിക്കാൻ സ്ഥാനാർത്ഥികൾ. പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടങ്ങി. ആറ്റിങ്ങലിൽ ഇരട്ട വോട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അടൂർ പ്രകാശിന്റെ ആരോപണം തള്ളി. സ്ഥലം മാറിപ്പോയവരുടെ വോട്ടുകൾ മാത്രമാണുള്ളതെന്നും കമ്മീഷൻ. കേരളത്തിന് പുറമെ 12 സംസ്ഥാനങ്ങളിലെ വിധിയെഴുത്ത് നാളെ. പോളിംഗ് ബൂത്തിലെത്തുന്നത് 88 മണ്ഡലങ്ങൾ. അഖിലേഷ് യാദവ് കനൌജിൽ ഇന്ന് പത്രിക സമർപ്പിക്കും. വയനാട്ടിൽ ഭക്ഷ്യക്കിറ്റ് വിവാദം. സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലും കിറ്റുകൾ എത്തിച്ചു. വോട്ടർമാരെ കിറ്റ് നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചത് BJP എന്ന ഇടതു വലതു മുന്നണികൾ. നിഷേധിച്ച് BJP. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ കണ്ട് അമ്മ. കൂടിക്കാഴ്ച നീണ്ടത് 1 മണിക്കൂറിലധികം. മോചന ചർച്ചകൾ ഊർജിതമാക്കാൻ ശ്രമം. മാസപ്പടി വിവാദത്തിൽ മാത്യു കുഴൽനാടന്റെ ഹർജിയിൽ വിധി ഇന്ന്. മുഖ്യമന്ത്രിക്കും മകൾ വീണ വിജയനുമെതിരെ കേസെടുക്കണമെന്ന ആവശ്യം. വിധി പറയുന്നത് തിരുവനന്തപുരം വിജിലൻസ് കോടതി. IPL-ൽ ഡൽഹിക്ക് ആവേശകരമായ ജയം. ഗുജറാത്തിനെ വീഴ്ത്തിയത് 4 റണ്ണിന്. സന്ദീപ് വാര്യർക്ക് 3 വിക്കറ്റ്. വിധി എഴുതാനൊരുങ്ങി കേരളം. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ. Co-presented by Berger Paints. 100 years of trust. Powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners. IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ. Indian Institute of Commerce, ലക്ഷ്യ. Join Indian Institute of Commerce, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. സംസ്ഥാനം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. അവസാന മണിക്കൂറുകളിൽ അടിയൊഴുക്കുകൾ അനുകൂലമാക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ. 20 മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 2,77,00,000 വോട്ടർമാരാണ് വിധിയെഴുതുക. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ 2 ലോക്സഭാ മണ്ഡലങ്ങൾ തിരുവനന്തപുരവും ആറ്റിങ്ങലും അവിടേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് നേരിട്ടെത്തി അതിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തി. അദ്ദേഹത്തിന്റെ നേതൃത്വം അദ്ദേഹം ഇപ്പോഴും ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങൾക്ക് വേണ്ടി കൃത്യമായി കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഉറപ്പിക്കാൻ അദ്ദേഹം ഇവിടെ തുടരുന്നുണ്ട്. ഈ ഹാളിനുള്ളിൽ നിന്നാണ് ജില്ലയിലെ പോളിംഗ് ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തത്. അതിനായി ഇവിടെ നിരവധി കൌണ്ടറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കൌണ്ടറുകളിൽ നിന്ന് ഉദ്യോഗസ്ഥർക്ക് പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റാം. ഇവിടെ നിന്ന് പുറത്തേക്ക് രാവിലെ മുതൽ തന്നെ പോളിംഗ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ പോളിംഗ് സാമഗ്രികൾ ഇവർ ഇവിടെ നിന്ന് കൈപ്പറ്റി അതായത് ബൂത്തുകളിലേക്ക് എത്തിക്കും. ആ രീതിയിലാണ് ക്രമീകരണം. അതിനുവേണ്ടി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് അറിയിച്ചു. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇവിടെ നിന്ന് ഈ കൌണ്ടറുകളിൽ നിന്ന് ഓരോ ബൂത്തുകളിലേക്കും ഓരോ 14 നിയമസഭാ നിയോജക മണ്ഡലങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത്. 7 വീതം തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും ഈ 14 മണ്ഡലങ്ങളിലേക്കുമുള്ള പോളിംഗ് സാമഗ്രികളാണ് ഇവിടെ നിന്ന് വിതരണം ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഈ കൌണ്ടറിൽ നിന്ന് ഇത് ശേഖരിച്ച് പുറത്തേക്ക് ബാലറ്റുമൊക്കെ EVM മെഷീനുമൊക്കെ പുറത്താണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് ഈ ബാലറ്റ് സ്വീകരിച്ച് ഉദ്യോഗസ്ഥർ പുറത്തേക്ക് പോകും. അതിനുശേഷം ഇന്ന് വൈകുന്നേരത്തോടുകൂടി പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കാനും നിർദ്ദേശം നൽകിയിരിക്കുന്ന വിപുലമായ ക്രമീകരണങ്ങൾ ഇതിന് പുറത്തും ഈ പോളിംഗ് സാമഗ്രികളുമായി പോകുന്ന ഉദ്യോഗസ്ഥർക്ക് വേണ്ട ആഹാരം, കുടിവെള്ളം, അതുപോലെ തന്നെ അവർക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധി കൌണ്ടറുകൾ അകത്തും പുറത്തുമായി സജ്ജീകരിക്കും. ദൃശ്യങ്ങളിലൊക്കെ ഉദ്യോഗസ്ഥരെ കാണാം. പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റി ബൂത്തുകളിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങൾ നമുക്ക് ഇവിടെ കാണാം. വിപുലമായ ക്രമീകരണങ്ങളാണ് പോളിംഗുമായി ബന്ധപ്പെട്ട് തലസ്ഥാന ജില്ലയിലെ 2 ലോക്സഭാ മണ്ഡലങ്ങളിലും ഒരുക്കിയിട്ടുള്ളത്. ആറ്റിങ്ങലിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും മുഴുവൻ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ട് എന്നുള്ളതാണ് തലസ്ഥാനത്തെ ഈ ലോക്സഭാ മണ്ഡലങ്ങളുടെ ഒരു പ്രത്യേകത. 134 പ്രശ്നബാധിത ബൂത്തുകൾ 2 മണ്ഡലങ്ങളുമായി ഉണ്ട്. തിരുവനന്തപുരത്ത് 125ഉം ആറ്റിങ്ങലിൽ 9 ബൂത്തുകളാണ്
പ്രശ്നബാധിതമെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഈ പോളിംഗ് ഉദ്യോഗസ്ഥർ ഇവിടുന്ന് പോകാൻ 695 വാഹനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഹരിത പ്രോട്ടോകോൾ പാലിച്ചാണ് ഇവിടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണവും നടക്കുക. 14 മണ്ഡലങ്ങളിലും 14 അസംബ്ലി മണ്ഡലങ്ങളിലും ഓരോ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ വിതരണ കേന്ദ്രങ്ങൾ ഉണ്ടാകും. എല്ലായിടത്തേക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കും. തലസ്ഥാന ജില്ലയിലെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം വളരെ വിപുലമായ ഒരു മണ്ഡലമാണ്. വലിയ പ്രദേശം ഉള്ള മണ്ഡലമാണ്. വനമേഖലയും അതുപോലെ തന്നെ തീരമേഖലയും നഗരവും ഗ്രാമവും ഒക്കെ ഉൾപ്പെടുന്ന മേഖലയാണ്. ചില ബൂത്തുകൾ വനമേഖലയ്ക്കുള്ളിൽ ബൂത്തുകൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടേക്കും ഉദ്യോഗസ്ഥർ വൈകുന്നേരത്തോടുകൂടി എത്തും. എല്ലായിടത്തും ബൂത്തുകൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇവിടെ നിന്ന് ഈ പോളിംഗ് സാമഗ്രികൾ ശേഖരിച്ച് ഈ ബസ്സുകളിൽ ആളുകളെ വാഹന സൗകര്യം ഏർപ്പെടുത്തി ആളുകളെ ബൂത്തുകളിലേക്ക് എത്തിക്കും. വൈകിട്ടോടുകൂടി മുഴുവൻ ബൂത്തുകളും ഒരുങ്ങും. ആ രീതിയിലാണ് ക്രമീകരണം. ബൂത്തുകൾ വൈകിട്ടോടുകൂടി തന്നെ പൂർണ്ണമായും ഒരുക്കാനുള്ള നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഭരണകൂടം പൂർത്തിയാക്കിയതായും ഇവിടെ സന്ദർശിച്ച ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ഏതായാലും തലസ്ഥാനം വോട്ടെടുപ്പിന് പൂർണ്ണ സജ്ജമാണ്. നാളെ രാവിലെ 7 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിക്കും. അതിനു മുമ്പ് 6 മണിയോടുകൂടി മോക്ക് പോളിംഗും ആരംഭിക്കും. ക്യാമറമാൻ സി വിനോദ് കുമാറിനൊപ്പം വി അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. അതാണ് നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകൾ കടന്നു പോകുമ്പോൾ വിവിധയിടങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. ആദ്യം തിരുവനന്തപുരത്ത് നിന്നും വി അരുൺ തന്നെ ചേരുന്നു. അരുൺ, നിശബ്ദ പ്രചരണം കൊട്ടിക്കലാശത്തിനേക്കാൾ അല്ലെങ്കിൽ അതിനോളം പ്രാധാന്യമുള്ളത് തന്നെയാണ് നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളും. അവസാന ഘട്ടത്തിൽ ചാഞ്ചാടി നിൽക്കുന്ന വോട്ടുകൾ ഉറപ്പിക്കാനുള്ള മുന്നണികളുടെ ഒക്കെ ഓട്ടം അത് തുടരുക തന്നെ ആയിരിക്കുമല്ലോ. എങ്ങനെയാണ് നമ്മുടെ ഒരു കണക്കുകൂട്ടൽ? ഇതുവരെ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളൊക്കെ എങ്ങനെയാണ്? അശ്വതി, ഏറ്റവും പ്രധാനപ്പെട്ട മണിക്കൂറുകളാണ് ഈ നിശബ്ദ പ്രചരണത്തിന്റെ ഒരു ദിവസം. ഇനി അതിൽ ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഉള്ള സമയത്ത് വളരെ കൃത്യമായി നേരത്തെ കാണാതെ പോയ ആളുകൾ, കാണാതെ പോയ വോട്ടർ ഗ്രൂപ്പുകൾ, ചില വോട്ട് ബാങ്കുകൾ പ്രത്യേക സ്ഥലങ്ങളിലുണ്ട്. അത്തരം ഗ്രൂപ്പുകളുമായുള്ള ചർച്ച, തന്ത്രങ്ങളിൽ എന്തെങ്കിലും പാളിച്ച വന്നിട്ടുണ്ടോ, ഈ അവസാനവട്ടം പുതിയ തന്ത്രങ്ങൾ ഏതെങ്കിലും പരീക്ഷിക്കേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ഈ നിശബ്ദ പ്രചരണത്തിന്റെ വേളയിൽ മുന്നണി സ്ഥാനാർത്ഥികളും അതുപോലെ മുൻ നേതൃത്വവുമൊക്കെ പയറ്റുക. ആ തന്ത്രങ്ങൾക്ക് വേണ്ടിയുള്ള കൂടിച്ചേരൽ യോഗങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട്. വോട്ടർമാരെ എങ്ങനെയൊക്കെ ബോധ്യപ്പെടുത്താനാകുമോ അതിനുള്ള വഴികളൊക്കെ സ്ഥാനാർത്ഥികൾ തേടുന്നുണ്ട്. പല ആരോപണങ്ങൾ പുതുതായി വീണ്ടും വന്നേക്കാം. ഇന്ന് തന്നെ തിരുവനന്തപുരത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഒരു നിലപാട് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ശശി തരൂർ വളരെ പുറകിലാണ് തിരുവനന്തപുരത്ത്. ശശി തരൂരിന് വോട്ടുകൾ ചോരും, മധ്യവർഗ വോട്ടർമാർ അദ്ദേഹത്തെ കൈവിട്ടു. അതുകൊണ്ട് തന്നെ ഇവിടെ ഇടത് BJP മുന്നണികൾ തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമെന്ന സൂചനകളിലേക്കാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പറയുന്നത്. അത്തരം ആരോപണങ്ങൾക്ക് വൈകാതെ തരൂരിന്റെ മറുപടി ഉണ്ടാകും. രാജീവ് ചന്ദ്രശേഖർ രാവിലെ തന്നെ ക്ഷേത്ര ദർശനവുമായി ഇറങ്ങുകയാണ്. രാവിലെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലും പിന്നീട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും അദ്ദേഹം പോകുന്നുണ്ട്. ശശി തരൂരും വൈകാതെ പ്രചരണരംഗത്ത് സജീവമാകും. തിരുവനന്തപുരം മണ്ഡലത്തിന്റെ കാര്യം മറ്റു മണ്ഡലങ്ങളിലും ആറ്റിങ്ങലിലുമൊക്കെ സമാനമാണ് കാര്യങ്ങൾ. തികച്ചും അപ്രവചനീയമാണ് തലസ്ഥാന ജില്ലയിലെ 2 മണ്ഡലങ്ങളുടെയും അവസ്ഥ. ആര് ജയിക്കുമെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥ. അവസാനവട്ട അടിയൊഴുക്കുകളിൽ പ്രതീക്ഷ അർപ്പിച്ചും ആശങ്ക അർപ്പിച്ചുമാണ് മുന്നണി നേതൃത്വവും സ്ഥാനാർത്ഥികളും മുന്നോട്ടു പോകുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും സംസ്ഥാനത്ത് പൂർണ്ണമാണ്. പോളിംഗ് സാമഗ്രികളുടെ വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള പോളിംഗ് സാമഗ്രിയുടെ വിതരണവും ഒക്കെ പുരോഗമിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥികൾ കണക്കുകൂട്ടലുകളാണ്. ഏതൊക്കെ തരത്തിൽ ഇനിയും മുന്നേറാം, ഇനിയുള്ള സമയം കൊണ്ട് പരമാവധി വോട്ടുകൾ സമാഹരിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. ഇപ്പോഴും 3 മുന്നണികളും ഒരുപോലെ അവകാശവാദവുമായി, സംസ്ഥാനത്തെ പൊതുചിത്രമാണ് ഞാൻ പറയുന്നത്, അവകാശവാദവുമായി എത്തുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. UDF കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തുമെന്ന് പറയുമ്പോൾ 2020 എന്ന അവരുടെ സ്വപ്നത്തിലേക്ക് പോകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് UDF ഉള്ളത്. ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് അലയടിക്കുമെന്ന പ്രതീക്ഷയിലാണ് അവർ അത്തരം കാര്യങ്ങൾ സ്വപ്നം കാണുന്നത്. സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെതിരെയും ഭരണവിരുദ്ധ വികാരമുണ്ടാകും. ന്യൂനപക്ഷങ്ങൾ വലിയ ആശങ്കയിലാണ്. BJPക്ക് തിരിച്ചടിയാകും. പെൻഷനും ക്ഷേമ പെൻഷനും സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയതും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, സാധനങ്ങളുടെ വിലക്കയറ്റം ഉൾപ്പെടെ പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള പ്രചോദനമാകുമെന്ന് UDF കരുതുന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഇടതുമുന്നണി കരുതുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ എന്തായാലും നില മെച്ചപ്പെടും. അത് ഒരു ഇരട്ട അക്കത്തിലേക്ക് പോലും ഇടതുമുന്നണിയുടെ ലോക്സഭയിലേക്കുള്ള ഇത്തവണത്തെ അംഗത്വം കേരളത്തിൽ വർദ്ധിക്കും എന്നൊരു പ്രതീക്ഷ ഇടതു കേന്ദ്രങ്ങൾ, അവർ 5 മണ്ഡലങ്ങളിൽ അവർ വിജയം ഉറപ്പിക്കുന്നു. മറ്റു പലയിടത്തും ശക്തമായ പോരാട്ടത്തിനൊടുവിൽ കടന്നുകൂടാമെന്ന പ്രതീക്ഷ അവർക്ക് ഉണ്ട്. അത്തരത്തിൽ ഇടതുമുന്നണിയും വളരെ പ്രതീക്ഷയോടെ കാണുന്ന തെരഞ്ഞെടുപ്പായി മാറുകയാണ്. അവർക്കിത് അക്ഷരാർത്ഥ ജീവൻ മരണ പോരാട്ടമാണ്. വലിയൊരു പരാജയം സർക്കാരിനെതിരെയുള്ള വലിയ വിമർശനമായി മാറും.
സർക്കാർ വിരുദ്ധ വോട്ടുകൾ എന്ന, സർക്കാരിനോട് ജനങ്ങൾക്ക് അതൃപ്തി എന്ന പൊതുവ്യാഖ്യാനമുണ്ടാകും. അതുകൊണ്ട് തന്നെ അവർക്ക് പിടിച്ചു നിൽക്കണം. ദേശീയതലത്തിലും ഇടതുപക്ഷത്തിന് എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ, എന്തെങ്കിലും അവർക്ക് നിലനിൽപ്പിന് വേണ്ടി അവർക്ക് ആശ്രയിക്കാവുന്ന ഏക സംസ്ഥാനം കേരളമാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം അരയും തലയും മുറുക്കി പ്രചരണ രംഗത്തായിരുന്നു. ഇപ്പോഴും അവർ ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നു. BJPക്കാകട്ടെ ഇത്രയധികം കൊട്ടിഘോഷിച്ച്, ഇത്രയധികം ആർഭാടത്തോടുകൂടി പ്രചരണം നടത്തിയിട്ടും ഇത്തവണയെങ്കിലും ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിൽ അവർക്ക് വലിയ തിരിച്ചടി സംസ്ഥാന നേതൃത്വത്തിനുണ്ടാകും. ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട് കഴിഞ്ഞാൽ കേരളത്തിലാണ് BJPയുടെ ഏറ്റവും വലിയ നോട്ടം. അവിടെ നമുക്കറിയാം എത്ര തവണ പ്രധാനമന്ത്രിയും ഇവിടെ വന്നുപോയി. BJPയുടെ കേന്ദ്രമന്ത്രിമാർ പലയിടത്തും ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്തി. ഇത്തവണ BJPക്ക് ഒരു സീറ്റ് ഇവിടെ ലഭിച്ചേ മതിയാകൂ. ഇരട്ടയാക്കുമെന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനമൊക്കെ ഉണ്ട്. അത്രയും എത്തിയില്ലെങ്കിലും ചുരുങ്ങിയത് 3 മണ്ഡലങ്ങളിലും അവർ വിജയം ഉറപ്പിക്കുന്നു. അത് തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും തൃശൂരിലും വലിയ വിജയസാധ്യതയുണ്ടെന്ന് BJP കണക്ക് കൂട്ടുന്നു. അങ്ങനെ 3 മുന്നണികൾക്കും ഈ അവസാന മണിക്കൂറിലും വലിയ പ്രതീക്ഷയാണ്. ആശങ്കകൾക്കപ്പുറത്ത് 3 പേരും ജനങ്ങൾ ഇത്തവണ ഒപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടിയൊഴുക്കുകൾ ഈ അവസാന നിമിഷങ്ങളുണ്ടാകാം. അപ്രവചനീയമായ ഫലങ്ങൾ പലയിടത്തും ഉണ്ടാകാം. ഇന്നലെ വരെ പ്രതീക്ഷയ്ക്കപ്പുറത്തേക്ക് ചില മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനം 2ാം സ്ഥാനമൊക്കെ മാറി മറിയുമെന്ന വ്യക്തമായ സൂചനകൾ പുറത്തുവരുന്നുണ്ട്. അത്തരത്തിൽ തികച്ചും അപ്രവചനീയമായ അവസ്ഥയിലേക്ക്, ആശങ്കയുടെ ആവേശത്തിന്റെ പരകോടിയിലേക്ക് എത്തുകയാണ് തലസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം. മണിക്കൂറുകൾ മാത്രം ബാക്കി. കേരള ജനത തങ്ങളുടെ ഭാവി തീരുമാനിക്കാൻ, തങ്ങളുടെ ജനപ്രതിനിധികൾ ആരൊക്കെ ലോക്സഭയിലേക്ക് പോകണമെന്ന് തീരുമാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. രാഷ്ട്രീയ പാർട്ടികൾ ഓരോ ഇഞ്ചിലും പുതിയ പുതിയ വിഷയങ്ങൾ എടുത്തുകൊണ്ട്, ഓരോ ഇഞ്ചിലും പിഴവുകൾ പരിഹരിച്ചുകൊണ്ട് അവസാന മണിക്കൂറുകളിലും അങ്ങേയറ്റം സജീവമാണ് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ. ശരി അരുൺ, മറ്റൊരു കാര്യം, ആറ്റിങ്ങലിൽ ഉയർന്നു വന്ന ഇരട്ട വോട്ട് ആരോപണം UDF സ്ഥാനാർത്ഥിയാണ് ആരോപണം ഉയർത്തിയിരുന്നത്. എന്നാൽ അതിനിപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ വിരാമം ഇട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അത്തരത്തിലൊരു ഇരട്ട വോട്ട് ആരോപണം അവിടെ ആവശ്യമില്ല, ഇരട്ട വോട്ടുകൾ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 1% താഴെ മാത്രമാണ്, സ്ഥലം മാറിപ്പോയവരുടെ വോട്ടുകൾ മാത്രമാണ് അവിടെ ഉള്ളത് എന്ന് പറയുമ്പോൾ അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അശ്വതി, ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്ക സമയത്ത് തന്നെ അടൂർ പ്രകാശ് 1,60,000-ൽ പരം ഇരട്ട വോട്ടുകൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ആരോപണവുമായി രംഗത്ത് വന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദമായി പരിശോധിച്ചു. ജില്ലാ ഭരണാധികാരി ജില്ലാ കളക്ടർ റിപ്പോർട്ട് നേടിയ ശേഷം 1,60,000 വോട്ടെന്ന അടൂർ പ്രകാശിന്റെ ആരോപണം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ഇരട്ട വോട്ട് എന്ന ഗണത്തിൽപ്പെടുത്താൻ കഴിയില്ലെങ്കിലും സ്ഥലം മാറിപ്പോയവരെ, ഷിഫ്റ്റ് ചെയ്തു പോയ ആളുകളുടെ വോട്ടുകൾ, ചിലയിടത്തൊക്കെ 500ഓളം ആളുകളുടെ വോട്ടുകൾ 2 ഇടത്തായി കിടപ്പുണ്ട്. അത് പക്ഷേ ഇരട്ട വോട്ടെന്ന് കാണാൻ കഴിയില്ല എന്ന നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത്. അതിലും 1,66,000 എന്ന് പറയുമ്പോൾ പൂർണ്ണമായും ഇന്ന് നമ്മുടെ ജില്ലാ ഭരണാധികാരി ജില്ലാ കളക്ടർ അത് പരസ്യമായി പറഞ്ഞു. അതിനു മുമ്പ് തന്നെ നമ്മോട് സംസാരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌളും പറഞ്ഞു ആരോപണം പൂർണ്ണമായും തെറ്റാണ്. പക്ഷേ അടൂർ പ്രകാശ് അതുകൊണ്ടും വിടുന്നില്ല. അദ്ദേഹം ഇന്നലെയും വാർത്താ സമ്മേളനം നടത്തി ഇരട്ട വോട്ട് ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് പറഞ്ഞു. കോടതിയെ സമീപിച്ചിട്ടുണ്ട് അദ്ദേഹം. പക്ഷേ ജില്ലാ ഭരണകൂടവും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ അടൂർ പ്രകാശിന്റെ ആരോപണം പൂർണ്ണമായും തള്ളുകയാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഒരിടത്തും ഇരട്ട വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകില്ല. ഇരട്ട വോട്ടൊന്നിനെ പറയാൻ കഴിയില്ല. സ്ഥലം മാറിപ്പോയുള്ള വോട്ടുകളാണ് കിടക്കുന്നത്. അതും കൃത്യമായി ഒരു വോട്ടർ, ഉദാഹരണത്തിന് പട്ടം സെന്റ് മേരീസ് സ്കൂളിലാണ് എനിക്ക് വോട്ടുള്ളതെങ്കിൽ എന്റെ വോട്ട് മറ്റൊരു ബൂത്തിൽ കൂടി, പോത്തൻകോട് ഏതെങ്കിലും മണ്ഡലത്തിൽ കൂടി എന്റെ വോട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മണ്ഡലത്തിൽ വോട്ടുണ്ടെങ്കിൽ അവിടെ വോട്ട് ചെയ്യാൻ കഴിയില്ല. ഇവിടെ വോട്ട് ചെയ്യുമ്പോൾ തന്നെ ഇത്തരം ഇരട്ട 2 വോട്ടുള്ള ആളുകളുടെ പേര് കൃത്യമായി രേഖപ്പെടുത്തും. അത് ഒരു ആപ്പിൽ രേഖപ്പെടുത്തി പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ലഭ്യമാകും. മറ്റെവിടെയാണോ എനിക്ക് 2ാമത്തെ വോട്ടുള്ളത് അവിടുത്തെ പോളിംഗ് ഓഫീസർക്കും ആ വിവരം ലഭിക്കും. ഞാൻ ഇവിടെ വോട്ട് ചെയ്താൽ മറ്റേ പോളിംഗ് ബൂത്തിന് വിവരം ലഭിക്കും. ആ രീതിയിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾ 2 വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും അതുപോലെ തന്നെ ജില്ലാ ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടറും. അതുകൊണ്ട് അടൂർ പ്രകാശിന്റെ ഇരട്ട വോട്ടെന്ന ആരോപണത്തെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്നലെ തന്നെ വി ജോയ് ഇടതുമുന്നണി സ്ഥാനത്ത് അക്കാര്യത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. മറ്റൊരു വഴിയുമില്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിക്കളഞ്ഞാൽ, പരാജയം ഉറപ്പായതോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിക്കളഞ്ഞ ഇരട്ട വോട്ടുമായി വീണ്ടും ഇറങ്ങുകയാണ് അടൂർ പ്രകാശ്. അത് തെളിയിക്കാൻ അടൂർ പ്രകാശിനെ വി ജോയ് ഇന്നലെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഏതായാലും ആറ്റിങ്ങലിലെ പോരാട്ടത്തിന് തീവ്രത വ്യക്തമാക്കുന്നതാണ് ഈ ആരോപണങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിശക്തമായ ത്രികോണ പോരാട്ടം അവിടെ നടക്കുന്നു. 2ാം സ്ഥാനത്ത് എത്തുന്ന ആരാരെന്ന കാര്യത്തിൽ പോലും മുന്നണികൾക്കും തർക്കമുണ്ട്. ജയിക്കുമെന്ന് എല്ലാവരും പറയുമ്പോൾ തങ്ങളുടെ തൊട്ടുപിന്നിൽ ആരാണെന്ന കാര്യത്തിൽ പോലും തർക്കമുണ്ട്. ആ രീതിയിൽ ആറ്റിങ്ങലിലും തെരഞ്ഞെടുപ്പ് ചിത്രം
തീർത്തും സങ്കീർണമാണ്. അത്രയധികം തീവ്രമായ ത്രികോണ പോരാട്ടം ആറ്റിങ്ങലിലും നടക്കുമെന്ന് ഉറപ്പാണ്. ശരി അരുൺ, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. നമുക്കിനി കോട്ടയത്തേക്ക് പോകാം. കോട്ടയത്ത് നിന്നും ജി ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, എന്തായാലും ഇനിയുള്ള മണിക്കൂറുകൾ നെഞ്ചിടിപ്പേറ്റുന്നത് തന്നെയാണ്. മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അവസാനവട്ട വോട്ടുറപ്പിക്കൽ അത് ഗംഭീരമായി തന്നെ മുന്നോട്ട് പോവുകയാണോ? കോട്ടയത്ത് എങ്ങനെയാണ് സ്ഥിതി? ഒപ്പം പോളിംഗ് സാമഗ്രികളുടെ വിതരണവും ആരംഭിച്ചല്ലോ അല്ലെ? അശ്വതി, രാവിലെ കോട്ടയത്തെ സ്ഥാനാർത്ഥികളെ കാണാനായില്ല. അപ്രതീക്ഷിതമായ മറ്റൊരു അതിഥി, അതായത് തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി രാവിലെ ഇന്ന് പാലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രിയും അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അരുവിത്തറ പള്ളിയിൽ, അതായത് ഈരാറ്റുപേട്ട അരുവിത്തറ പള്ളിയിലെ പെരുന്നാളിൽ പങ്കെടുക്കാൻ എത്തി. അതിനുശേഷം ഇന്ന് രാവിലെ പാല കുരിശുപള്ളി മാതാവിന് മുന്നിൽ അദ്ദേഹം മെഴുകുതിരി കത്തിച്ചു. അതിനുശേഷം പാല ബിഷപ്പുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇന്നത്തെ ദിവസത്തെ ഏറിയ പങ്കും അദ്ദേഹം കോട്ടയത്ത് തന്നെയാണ് ഉള്ളത്. ഇതിനുശേഷം അദ്ദേഹം പാലായിൽ ചില സ്വകാര്യ സന്ദർശനങ്ങൾ നടത്തുന്നുണ്ട്. അതിനുശേഷം കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെ കാണും. വൈകുന്നേരം NSS ജനറൽ സെക്രട്ടറിയും കാണാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം ആലപ്പുഴയിലേക്ക് പോയി വെള്ളാപ്പള്ളി നടേശനെ SNDP യോഗം ജനറൽ സെക്രട്ടറിയും കാണാൻ ശ്രമിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പൂർണ്ണമായും സ്വകാര്യ സന്ദർശനമാണ് എന്നാണ് സുരേഷ് ഗോപി ഇതിനോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. മറ്റ് പല കാര്യങ്ങളും പറഞ്ഞാൽ മറ്റു പലരും എനിക്കെതിരെ രംഗത്ത് വരും. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് രാഷ്ട്രീയം ഒന്നും പറയാനില്ല. തികഞ്ഞ വിജയപ്രതീക്ഷ തന്നെയാണ് തനിക്ക് ഉള്ളതെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന്റെ പ്രഭാത ഭക്ഷണം പാലാ ബിഷപ്പിനൊപ്പമായിരുന്നു. നമുക്കറിയാം, ലവ് ജിഹാദ് അടക്കമുള്ള പല വിവാദങ്ങളും പാലാ ബിഷപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നപ്പോൾ അദ്ദേഹത്തെ ആദ്യം സന്ദർശിക്കുകയും പിന്തുണ നൽകുകയും ചെയ്ത ഒരാളാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് അവർക്കിടയിൽ ഒരു വ്യക്തിപരമായ ബന്ധമുണ്ട് എന്നാണ് സുരേഷ് ഗോപി ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും കോട്ടയത്തെ സ്ഥാനാർത്ഥികളിലേക്ക് വന്നാൽ അവർ രാവിലെ തന്നെ നിശബ്ദ പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. പ്രാദേശികമായി പലയിടത്തും ചില പോക്കറ്റുകളിൽ പോയി വോട്ട് തേടാനുള്ള ശ്രമത്തിലാണ് കോട്ടയത്തെ സ്ഥാനാർത്ഥികൾ ഉള്ളത്. പോളിംഗ് സാമഗ്രികളുടെ വിതരണവും നടന്നു വരികയാണ്. വൈകുന്നേരത്തോടെ ബൂത്തുകൾ ക്രമീകരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തും. ജില്ലാ കളക്ടർ തന്നെ തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണത്തിനായി രാവിലെ സ്വകാര്യ ബസ്സുകളിൽ കയറി മധുരം പകർന്നു നൽകിക്കൊണ്ട് അത്തരം പരിപാടികളും നടത്തുന്നുണ്ട്. അത് 11:30 ശേഷമായിരിക്കും ഉണ്ടാകുക. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെ കോട്ടയവും തെരഞ്ഞെടുപ്പ് കളത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അശ്വതി, ശ്രീത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെ വിഷയങ്ങൾ കോട്ടയത്തുകാർ മനസ്സിൽ കണക്കുകൂട്ടുന്നു എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ അവസാന നിമിഷം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചാഞ്ചാടി നിൽക്കുന്ന മനസ്സുകൾ അത് പിടിക്കാനുള്ള അവസാന ശ്രമമാണ് ഈ മണിക്കൂറുകളിൽ വരും മണിക്കൂറുകളിൽ നടക്കുന്നത്. അത് ഏത് രീതിയിലാണ് അവിടെ പുരോഗമിക്കുന്നത്? ഏതൊക്കെ കേന്ദ്രങ്ങൾ എത്തിയാകും ഇത്തരത്തിലുള്ള നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകൾ സ്ഥാനാർത്ഥികൾ ചെലവിടുന്നത്? അശ്വതി, തീർച്ചയായും ഈ കഴിഞ്ഞ തുടക്ക സമയം മുതൽ ഉണ്ടായിരുന്നത് മറ്റ് ചില വിഷയങ്ങളാണ്. അതായത് റബ്ബർ ഉൾപ്പെടെയുള്ള ചില വിലക്കയറ്റ വിഷയങ്ങളാണ് തുടങ്ങിയിരുന്നതെങ്കിൽ പിന്നീട് മറ്റു പല വിഷയങ്ങളിലേക്കും കോട്ടയം പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് UDF സ്ഥാനാർത്ഥിക്കെതിരെ വ്യക്തിപരമായ പല ആരോപണങ്ങളും ഏറ്റവും ഒടുവിൽ ഉയർത്തിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് മൗറീഷ്യസിൽ കള്ള പണ നിക്ഷേപം ഉണ്ട് എന്നൊക്കെയുള്ള ആരോപണം പോലും ഉയർത്തി. അതിനെതിരെ ഫ്രാൻസിസ് ജോർജ് പരാതി നൽകുകയും ചെയ്തു. അതിന് തൊട്ട് മുൻപുണ്ടായിരുന്നത് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ്. ഏറ്റവും കൗതുകകരമായുണ്ട്, രാഹുൽ ഗാന്ധി ഫ്രാൻസിസ് ജോർജിന് വേണ്ടി വോട്ട് ചോദിച്ചില്ല. അതുകൊണ്ട് തങ്ങൾക്ക് വേണ്ടിയാണ് വോട്ട് ചോദിക്കാനാണ് രാഹുൽ ഗാന്ധി എത്തിയത് എന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ അടക്കം LDF ക്യാമ്പ് ആകെ പറയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കാരണം ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി തന്നെയാണ് ഇദ്ദേഹം, അതായത് ചാഴിക്കാടൻ അവിടെ എത്തിയാലും രാഹുൽ ഗാന്ധിക്ക് തന്നെ ആയിരിക്കും വോട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ വരവിന്റെ ഉദ്ദേശം തങ്ങൾക്ക് ഗുണമാകും എന്നൊക്കെയുള്ള തരത്തിലുള്ള പ്രചാരണം പോലും കണ്ടു. ഫലത്തിൽ ഇതൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങൾ, പ്രത്യേകിച്ച് വിലക്കയറ്റം, സപ്ലൈകോ അടക്കമുള്ള സ്ഥാപനങ്ങളിൽ പല സാധനങ്ങളും കിട്ടാത്തത്, അങ്ങനെ ജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അതൊക്കെ ആണ് ജനങ്ങൾ പരിഗണിക്കുക, വോട്ട് ചെയ്യുക എന്നാണ് UDF ക്യാമ്പിന്റെ വിലയിരുത്തൽ. ലവ് ജിഹാദും ഒപ്പം തന്നെ റബ്ബർ വിലയുമാണ് NDA ക്യാമ്പിന്റെ പ്രധാന വെല്ലുവിളിയായിരുന്നത്. എന്തായാലും ഇത്തവണ കോട്ടയത്ത് പല അടിയൊഴുക്കുകളും ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് SNDP യോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് മത്സരിക്കുമ്പോൾ ഏതാണ്ട് 4 ലക്ഷത്തോളം വോട്ടുകൾ അവർക്കുണ്ട്. അതിലെത്ര വോട്ടുകൾ തുഷാർ പിടിക്കും
എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ആരുടെ വോട്ടുകളായിരിക്കും പിടിക്കുക എന്നുള്ള ചർച്ചകളും നടന്നു വരുന്നുണ്ട്. എന്തായാലും പതിവില്ലാത്ത വിധം പ്രാദേശിക പാർട്ടികൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു അപൂർവ കാഴ്ചയാണ് കോട്ടയത്ത് ഉള്ളത്. ഇതിലൊരു പോളിംഗ് പെർസെൻറ്റേജ് ഒക്കെ എത്രത്തോളം ഉയർന്നു വരും എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഇന്നലെ കൊട്ടിക്കലാശത്തിന് വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രധാന പാർട്ടികൾ മത്സരിക്കുന്ന അത്രയും ഒരു ആവേശം ഇന്നലെ ഉണ്ടായില്ല എന്ന് തന്നെ എല്ലാ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഈ മൂന്ന് പാർട്ടികളും പ്രാദേശിക പാർട്ടികളായതുകൊണ്ട് തന്നെ എന്തായാലും ഇനി വിധിയെഴുത്തിനായി കാത്തിരിക്കുകയാണ് അശ്വതി. അതാണ് കോട്ടയത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. ജി ശ്രീജിത്താണ് അവിടെ നിന്നും ചേർന്നത്. തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം, പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ 13 ഇടങ്ങളിലാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുന്നത്. കോഴിക്കോട് ജില്ല 3 പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. വടകര, കോഴിക്കോട് ഒപ്പം വയനാട് മണ്ഡലത്തിലെയും പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടുന്ന ഇടമാണ്. അതുകൊണ്ട് തന്നെ 13 ഇടങ്ങളിലായാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചിരിക്കുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ, മറ്റ് അതോടൊപ്പമുള്ള അനുബന്ധ യൂണിറ്റുകൾ മുതൽ മഷിയും മറ്റ് ഫയലുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമൊക്കെ ഈ കിറ്റിൽ നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കുള്ള ഉദ്യോഗസ്ഥർ രാവിലെ തന്നെ ഈ സ്ഥലത്തെത്തിയിരിക്കുന്നു. അവർ ഈ സാമഗ്രികൾ ഏറ്റുവാങ്ങി പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന വാഹനത്തിൽ പുറത്തേക്ക് പോളിംഗ് ബൂത്തുകളിലേക്ക് കൊണ്ടുപോകുന്ന രീതിയാണ്. ഈ കോഴിക്കോട് ജില്ലയിൽ പട്ടണ പ്രദേശങ്ങൾക്കൊപ്പം വിദൂര ഗ്രാമങ്ങൾ, മലയോര മേഖലകൾ എന്നിവ ഉൾപ്പെടുന്ന ഇടങ്ങളുണ്ട്. അതുകൊണ്ട് രാവിലെ തന്നെ സാമഗ്രികൾ ഏറ്റുവാങ്ങി ഉച്ചയ്ക്ക് മുമ്പായി അല്ലെങ്കിൽ വൈകുന്നേരത്തോടുകൂടി ഈ ഓരോ പോളിംഗ് സ്റ്റേഷനിലും എത്തിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. ജില്ലയിൽ ആകെ ക്രമീകരിച്ചിരിക്കുന്ന പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണവും ആനുപാതികമായി തന്നെയാണ് ഇത് കൊണ്ടുപോകുന്നത്. വടകര മണ്ഡലത്തിൽ മാത്രം 6,81,615 പുരുഷന്മാരും 7,40,246 സ്ത്രീകളും 22 ട്രാൻസ്ജെൻഡർമാരും ഉൾപ്പെടെ 14,21,883 വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തുന്നു. കോഴിക്കോട് മണ്ഡലത്തിൽ ഏതാണ്ട് 28,51,514 14,29,631 പേരും അടക്കം ആകെ 28,51,514 പേരാണ് കോഴിക്കോട് ജില്ലയിൽ മാത്രം സമ്മതിദാനം അവകാശം രേഖപ്പെടുത്തുക. ഇതിൽ CRPC അനുസരിച്ച് ഈ ക്രമസമാധാന പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള നിരോധനാജ്ഞ ജില്ലയിൽ ഇതിനകം തന്നെ പുറപ്പെടുവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജില്ലയിലെ 141 പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത്. ഇതിൽ 21 എണ്ണം കോഴിക്കോട് 21 എണ്ണവും വടകരയിൽ 120 പ്രശ്നബാധിത ബൂത്തുകളുമാണ്. മാവോയിസ്റ്റ് ഭീഷണിയുള്ള വടകര മണ്ഡലത്തിലെ 43 ബൂത്തുകളിൽ പ്രത്യേക സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കുന്നതിനായി സംസ്ഥാന പോലീസ് സേനയ്ക്ക് പുറമെ 8 കമ്പനി CIPF അടക്കമുള്ള സേനയെ ഇതിനകം വിന്യസിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആൾമാറാട്ടവും കള്ളവോട്ടും അടക്കമുള്ള കാര്യങ്ങൾ തടയുന്നതിനുള്ള നടപടിക്രമങ്ങൾ, അതിനായി വെബ്കാസ്റ്റിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയതായും ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നു. നേരത്തെ ജില്ലയിലെ ചില മേഖലകളിൽ, വടകര അടക്കമുള്ള ഇടങ്ങളിൽ കള്ളവോട്ടിനുള്ള സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ ഇരട്ട വോട്ട് ഉണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ASD മോണിറ്ററിംഗ് ആപ്പ് ഉപയോഗിച്ച് ഇരട്ട വോട്ടുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ പ്രത്യേക ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും മുഴുവൻ ക്രമീകരണങ്ങളും ഇതിനകം തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നു. സുഗമമായ തെരഞ്ഞെടുപ്പിനായി പ്രത്യേകിച്ചും ശക്തമായ വാശിയേറിയ പോരാട്ടം നടന്ന മണ്ഡലങ്ങളാണ് കോഴിക്കോട് ജില്ലയുടെ വിവിധയിടങ്ങളിലുള്ളത്. പ്രത്യേകിച്ചും വടകര പോലുള്ള ഇടങ്ങളിൽ വലിയ വാശിയേറിയ പ്രചാരണ ഉണ്ടായിരുന്നു. കുട്ടിക്കലാശത്തിലടക്കം വലിയ ആവേശം പ്രകടമായിരുന്നു. അതുകൊണ്ട് പോളിംഗ് ദിനത്തിൽ സമാധാനപരമായി പോളിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ക്രിസ്ത്യൻ കോളേജ് അടക്കമുള്ള ഇടങ്ങളിൽ അതാണ് വളരെ സുതാര്യമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടരുകയാണ്. MS അനീഷ് കുമാർ റിപ്പോർട്ടാണ് കണ്ടത്. മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. Please vote. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാളെ വോട്ടെടുപ്പ് നടക്കാനിരിക്കെ നിശബ്ദ പ്രചാരണത്തിന് മണിക്കൂറുകളിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. ഇപ്പോൾ കണ്ണൂരിൽ നിന്നും മനു ഭരത്താണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നത്. മനു, കണ്ണൂരിലെ നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? സംസ്ഥാനത്ത് 6 ജില്ലകളിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിലൊന്ന് കണ്ണൂരാണ്. അപ്പോൾ ഏത് രീതിയിലാണ് അവിടെ
ഇപ്പോഴുള്ള വീട് കയറിയുള്ള വോട്ട് ചോദിക്കലൊക്കെ നടക്കുന്നത്? എവിടെയൊക്കെയാണ് സ്ഥാനാർത്ഥികളുള്ളത്? ഒപ്പം പോളിംഗ് സാമഗ്രികളുടെ വിതരണം അതെങ്ങനെ പുരോഗമിക്കും? നമ്പർ 10, 100 സ്ഥാനാർത്ഥികൾ ഇന്ന് പ്രധാനമായും വോട്ടർമാരെ കണ്ട് അവരുടെ അനുഗ്രഹം വായിക്കുക എന്നൊക്കെയുള്ള രീതിയാണ് പൊതുവെ അവലംബിക്കുന്നത്. വോട്ട് ചോദിക്കൽ അങ്ങനെ ഒരു പരസ്യപ്രചരണം എന്ന രീതിയിൽ ഇല്ല. പക്ഷേ ആളുകളെ കാണുകയും അവരോടൊപ്പം അവരുടെ അനുഗ്രഹം വാങ്ങിക്കുക എന്നൊക്കെയുള്ള തരത്തിൽ സ്ഥാനാർത്ഥികൾ ഇവിടെ കണ്ണൂരിൽ പ്രചരണം നടത്തുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കണ്ണൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെയാണ് ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുന്നത്. പോളിംഗ് സാമഗ്രികളുടെ വിതരണത്തിനായുള്ള നീണ്ട നിര നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ ദിവസം തന്നെ കണ്ണൂർ ജില്ലാ കലക്ടർ എല്ലാ അർത്ഥത്തിലും കണ്ണൂർ ജില്ല മുഴുവൻ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പിന് എന്ന് വ്യക്തമാക്കി. കണ്ണൂർ ജില്ലയിൽ തന്നെ ഈ കാസർഗോഡിന്റെയും ഒപ്പം വടകര മണ്ഡലത്തിന്റെയും ഭാഗങ്ങൾ കണ്ണൂർ ജില്ലയിൽ വരുന്നുണ്ട്. അങ്ങനെ മൊത്തം 11 നിയമസഭാ മണ്ഡലങ്ങൾ ആണ് ഇവിടെ ഉള്ളത്. അതിൽ 21,16,876 വോട്ടർമാരാണ് ഉള്ളത്. അതിൽ വലിയൊരു പങ്ക് സ്ത്രീകളുണ്ട്. 10 ലക്ഷത്തിലധികം വോട്ടർമാർ സ്ത്രീകളാണ്. 8 ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാരാണ് കണ്ണൂർ ജില്ലയിലുള്ളത്. ജില്ലയിൽ ആകെ 1866 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. മാത്രവുമല്ല ഇവിടെ 283 മൈക്രോ ഒബ്സർവർമാരെ ജില്ലയിൽ നിയമിച്ചിട്ടുണ്ട്. തുടർന്ന് ഈ കണ്ണൂർ ജില്ലയിലെ മുഴുവൻ ഇടങ്ങളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തും. എല്ലാ ഘട്ടങ്ങളിലും എല്ലായിടത്തും ഈ വെബ്കാസ്റ്റിംഗ് ഉണ്ടാകും. അതുപോലെ പ്രശ്നസാധ്യത ബൂത്തുകളിൽ പുറത്തും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ 2371 ബാലറ്റ് യൂണിറ്റുകളാണ് ഉള്ളത്. തെരഞ്ഞെടുപ്പിന് ആവശ്യമായ സാമഗ്രികളുടെ വിതരണത്തിനായി 11 കേന്ദ്രങ്ങൾ ജില്ലയിൽ പല ഇടങ്ങളിലായി ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ടോടുകൂടി സംഘങ്ങൾ എല്ലാം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ ഈ ഇരിക്കൂർ മണ്ഡലത്തിൽ കുറുമാത്തൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, അഴീക്കോട് മണ്ഡലത്തിന്റേത് പള്ളിക്കുന്ന് കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിലും, കണ്ണൂർ മണ്ഡലത്തിന്റേത് ഞാൻ നിൽക്കുന്ന ഈ കണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും, ധർമ്മടം മണ്ഡലത്തിന്റേത് തോട്ടട NS ട്രസ്റ്റിന്റെ ഹയർ സെക്കൻഡറി സ്കൂളിലും ഒക്കെയാണ് സാമഗ്രികളുടെ വിതരണം നടക്കുന്നത്. പേരാവൂർ മണ്ഡലത്തിൽ തുണ്ടിയിൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിലും, വടകര ലോക്സഭാ മണ്ഡലം ഉൾപ്പെടുന്ന തലശ്ശേരി നിയോജക മണ്ഡലത്തിലേത് ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിലും, കൂത്തുപറമ്പ് മണ്ഡലത്തിലുള്ളത് കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലുമാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടത്തുന്നത്. വോട്ടർമാർക്ക് തടസ്സമില്ലാതെ സ്വതന്ത്രമായി അവരുടെ വോട്ട് രേഖപ്പെടുത്താനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു എന്നാണ് ജില്ലാ കലക്ടർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. അതുപോലെ തന്നെ ഭിന്നശേഷി സൗഹൃദമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നത് വ്യക്തമാക്കുന്നു. 85 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് അവരുടെ വീടുകളിലെത്തി വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കിയിരുന്നു. അത് കൂടുതൽ ആളുകളും ഫലപ്രദമായി വിനിയോഗിച്ചിരിക്കുന്നു. അവിടെ മരണപ്പെട്ടു പോയവരോ അങ്ങനെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതിന് ശേഷം ഏറ്റവും ഒടുവിൽ ഘട്ടത്തിലൊക്കെ മരണപ്പെട്ടു പോയവരൊഴികെ ബാക്കി എല്ലാവരും തന്നെ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് കലക്ടർ വ്യക്തമാക്കിയത്. ജില്ലയിൽ 418 ക്രിട്ടിക്കൽ പോളിംഗ് സ്റ്റേഷനുകളുണ്ട്. ഇതിൽ 121 വൾണറബിൾ പോളിംഗ് സ്റ്റേഷനുകളായാണ് കണക്കാക്കപ്പെടുന്നത്. അവിടെ അധിക സുരക്ഷയും മൈക്രോ ഒബ്സർവർമാരുൾപ്പെടെയുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. റൂറൽ ജില്ലയിൽ 12ഉം സിറ്റിയിൽ 9ഉം അങ്ങനെ ആകെ ജില്ലയിൽ 21 കമ്പനി സായുധ സേനാ വിഭാഗവും ഇവിടെ സുരക്ഷാ സംവിധാനങ്ങളുമായി എത്തിയിട്ടുണ്ട്. പോളിംഗ് ക്രമക്കേടുകൾ തടയാനുള്ള കർശന നടപടികൾ ജില്ലയിൽ നടത്തുന്നു. അതോടൊപ്പം തന്നെ മുഴുവൻ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഉണ്ട്. വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ മെഡിക്കൽ സേവനം ഒരുക്കിയിട്ടുണ്ട്. ചൂട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ വോട്ടർമാർക്ക് ചൂട് അവരെ ബാധിക്കാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിനുവേണ്ട സജ്ജീകരണങ്ങൾ തയ്യാറായിരിക്കുന്നു. വോട്ടർമാർക്കോ ഉദ്യോഗസ്ഥർക്കോ ആവശ്യമായ പ്രാഥമിക ശുശ്രൂഷകൾ നൽകാനൊക്കെയുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നു. 10,565 പേരാണ് കണ്ണൂർ ജില്ലയിൽ മൊത്തം ഇപ്പോൾ അവരുടെ വോട്ട് ഫ്രം ഹോം സംവിധാനം ഉപയോഗിച്ച് വോട്ട് ചെയ്തിട്ടുള്ളത്. 10,960 പേരുടെ പട്ടികയാണ് തയ്യാറാക്കിയിരുന്നത്. അതിൽ 10,565 പേർ വോട്ട് ചെയ്തിരിക്കുന്നു. 291 പേർ ഭിന്നശേഷി വിഭാഗക്കാരാണ്. അവർക്ക് വേണ്ട സൗകര്യങ്ങളും വോട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളും നടത്തിയിട്ടുണ്ട്. പോളിംഗ് ബൂത്തുകളിൽ ക്രമക്കേടുകൾ ഉണ്ടാകുന്ന തടയാൻ ജില്ലയിലെ മുഴുവൻ സ്റ്റേഷനുകളിലും നല്ല സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ജില്ലാ
കലക്ടർ വ്യക്തമാക്കുന്നത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ സജ്ജീകരണങ്ങൾ ഇവിടെ നടപ്പിലാക്കി എന്ന് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട അധികൃതരും ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുകയും ചെയ്യുന്നു. സുഗമമായ ഒരു പോളിംഗ് കണ്ണൂരിൽ ഉണ്ടാകും. കണ്ണൂർ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് കുറെ കൂടി പ്രശ്നസാധ്യതയുള്ള ഒരു ഇടമാണ് എന്നൊരു വിലയിരുത്തൽ കമ്മീഷന് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ അധിക സുരക്ഷ വേണം എന്നൊരു നിലപാട് നേരത്തെ തന്നെ കമ്മീഷൻ സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പോലീസ് പെട്രോളിംഗ് പാർട്ടികളുടെ എണ്ണം കൂടുതലാണ്. ഒപ്പം തന്നെ ഈ സ്ട്രൈക്കിംഗ് ഫോഴ്സ് പെട്ടെന്ന് എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ അവിടെ എത്താനും അതിന് വേണ്ട ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒക്കെയുള്ള സ്ട്രൈക്കിംഗ് ഫോഴ്സിന്റെ സേവനം ഒക്കെ കണ്ണൂർ ജില്ലയിൽ ഉണ്ടാകും. അങ്ങനെ ഇത്തവണ കണ്ണൂരിൽ വളരെ സുഗമമായ ഒരു വോട്ടിംഗ് ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. അശ്വതി, അതാണ് മനു ഭരത്താണ് കണ്ണൂരിൽ നിന്ന് വിശദ വിവരങ്ങൾ നൽകി. എന്തായാലും എല്ലാ രീതിയിലും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് കണ്ണൂർ ഒരു സുഗമമായ പോളിംഗിനായി. നമുക്കിനി കൊച്ചിയിലേക്ക് പോകാം. എറണാകുളത്ത് നിന്ന് നവമി ദിനേശാണ് ചേരുന്നത്. നവമി, ഗുഡ് മോർണിംഗ്. ഏത് രീതിയിലാണ് അവിടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുന്നത്? ഇന്നലെ കൊട്ടിക്കലാശമൊക്കെ അതിഗംഭീരമായി നടന്ന മണ്ഡലമാണ്. ഇന്ന് നിശബ്ദ പ്രചാരണം ഏത് രീതിയിലാണ്? എവിടെയൊക്കെയാണ് സ്ഥാനാർത്ഥികളുള്ളത്? അശ്വതി, വെരി ഗുഡ് മോർണിംഗ്. എറണാകുളത്ത് വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണം 8 മണിയോടുകൂടി തന്നെ ആരംഭിച്ചു. ജില്ലയിൽ എല്ലായിടത്തും, അതായത് 14 നിയമസഭാ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിലേക്കുള്ള ബൂത്ത് കേന്ദ്രീകരിച്ചുള്ള വിതരണമാണ് നടക്കുന്നത്. എന്തായാലും രാവിലെ 8 മണി മുതൽ തന്നെ വിതരണം ആരംഭിക്കുകയും ചെയ്തു. എറണാകുളം ജില്ലയിൽ വോട്ടർമാർ, അതായത് ഈ പോളിംഗ് ബൂത്തുകളുടെ എണ്ണം പരിശോധിച്ചാൽ 2294 പോളിംഗ് ബൂത്തുകളാണ് എറണാകുളം ജില്ലയിൽ ഇന്നു മുതൽ സജ്ജമാകുന്നത്. ഇതിൽ വിവിപാറ്റ് യന്ത്രങ്ങൾ 2753 ബാലറ്റ്, കൺട്രോൾ യൂണിറ്റുകൾ 2914 വിവിപാറ്റ് യന്ത്രങ്ങളും ഇങ്ങനെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. 14 കേന്ദ്രങ്ങളിലാണ് നിയമസഭാ മണ്ഡലത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഉപകരണങ്ങൾ വിതരണം ചെയ്യുക. ഈ വോട്ടർമാരുടെ കണക്കുകൾ നോക്കിയാൽ 26.3 ലക്ഷം വോട്ടർമാരാണ് എറണാകുളം ജില്ലയിലുള്ളത്. അതിൽ സ്ത്രീ വോട്ടുകളാണ് ഏറ്റവും കൂടുതൽ. 13,52,692 സ്ത്രീ വോട്ടർമാരാണുള്ളത്. പുരുഷ വോട്ടർമാരാകട്ടെ 12,82,60 പുരുഷ വോട്ടർമാരുമുണ്ട്. 31 ട്രാൻസ്ജെൻഡേഴ്സുമാണ്. നാളെ വോട്ട് ഈ എറണാകുളം ജില്ലയിലെ വോട്ടർമാരുടെ കണക്കുകൾ 51.34% സ്ത്രീ വോട്ടർമാരാണുള്ളത്. അതിൽ 38,637 കന്യ വോട്ടർമാരാണ് എറണാകുളം ജില്ലയിലുള്ളത്. 28 ബൂത്തുകളിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കും നിയന്ത്രിക്കുക. അവിടെ ആദ്യമായിട്ടായിരിക്കും ഇത്ര 28 ബൂത്തുകളിൽ ഇങ്ങനെ സ്ത്രീ പോലീസ് ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിൽ മാത്രം പ്രവർത്തിക്കുന്നത്. എറണാകുളം ജില്ലയിൽ 28 ബൂത്തുകളിലായിരിക്കും. അതോടൊപ്പം 1735 ബൂത്തുകളിൽ വെബ് കാസ്റ്റിംഗുമുണ്ട്. കാരണം ഈ ഇരട്ട വോട്ട് അല്ലെങ്കിൽ ഈ വോട്ട് മറിക്കൽ എന്നുള്ള നിരവധി ആരോപണങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യത്തിൽ ഈ വോട്ടിടുന്നത് വെബ് കാസ്റ്റിംഗിലൂടെ ആയിരിക്കും സ്ട്രീമിംഗ് ചെയ്യുക. ഇത് ഏത് നിമിഷം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരോപണങ്ങൾ ഉന്നയിച്ചാൽ തന്നെയും കൃത്യമായി ഇത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും വെബ് കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ 3 പ്രശ്നബാധിത ബൂത്തുകളാണ് കണക്കാക്കപ്പെടുന്നത്. അത് കുന്നത്ത് നാട്ടിലെ കാവുങ്ങപ്പറമ്പിലാണ്. 76, 77 നമ്പർ ബൂത്തുകളിലാണ് പ്രശ്നബാധിതമായി കണക്കാക്കുന്നത്. മറ്റൊന്ന് മൂവാറ്റുപുഴയിലെ മേക്കടമ്പിൽ 34 നമ്പർ ബൂത്തും പ്രശ്നബാധിത ബൂത്തായി കണക്കാക്കപ്പെടുന്നുണ്ട്. കാരണം ഇവിടെ 2020 CPIM പ്രവർത്തകർ തമ്മിൽ ചില തർക്കങ്ങളും ഒക്കെ നിലനിന്നിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ പ്രശ്നബാധിത ബൂത്തായി കണക്കാക്കപ്പെടുന്നത്. അവിടെ അതീവ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പോലീസിന്റെ സുരക്ഷ ഇപ്പോൾ തന്നെ ജില്ലയിൽ ബൂത്തുകളിലെല്ലാം വിന്യസിച്ച് നൽകിയിട്ടുണ്ട്. എന്തായാലും അതീവ സുരക്ഷയിലായിരിക്കും നാളെ വോട്ടർമാർ നാളെ ബൂത്തുകളിലേക്ക് എത്തുക. എന്തായാലും സ്ഥാനാർത്ഥികൾ ഇപ്പോഴും അതീവ ആത്മവിശ്വാസത്തിലാണ്. രാവിലെ തന്നെ നമ്മൾ UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡനോടും അതോടൊപ്പം തന്നെ LDF സ്ഥാനാർത്ഥി KJ ഷൈനോടും ഈ അവസാന നിമിഷത്തിലെ ഒരു ആത്മവിശ്വാസത്തെക്കുറിച്ച് ചോദിച്ചിരുന്നു. ഇരുവരും വലിയ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഹൈബി ആകട്ടെ രാവിലെ സ്വന്തം ബൂത്തിലെ വോട്ടർമാർക്ക് സ്ലിപ്പ് വിതരണം ചെയ്തിരുന്നു. അതോടൊപ്പം അവസാനവട്ട ഒരുക്കത്തിലാണ്. അതായത് ഇനി ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ കണ്ട് നേരിട്ടെത്തി വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു തിരക്കിലാണ്. കഴിഞ്ഞ തവണത്തെക്കാളുമുള്ള മികച്ച ഭൂരിപക്ഷത്തിൽ ഇത്തവണയും വിജയം ഉറപ്പെന്ന പ്രതീക്ഷയിലാണ് ഹൈബി ഈഡൻ.
അതേസമയം LDF സ്ഥാനാർത്ഥി KJ ഷൈൻ ആകട്ടെ എറണാകുളം മണ്ഡലം ഒന്ന് മാറി ചിന്തിക്കുന്ന സമയമായി സ്ത്രീ വോട്ടുകൾ ഏറ്റവും കൂടുതലുള്ള ഒരു ജില്ല കൂടിയാണ്. അതുകൊണ്ട് ഇത്തവണ ഇവിടെ LDFന് തന്നെയാണ് സാധ്യത. ഡൽഹിയിലെത്തുമ്പോൾ ഈ കേരളത്തിൽ അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലെ വികസനങ്ങൾ കൂടുതൽ കേൾക്കണമെങ്കിൽ അതൊരു സ്ത്രീ പ്രതിനിധിയായി താൻ അവിടെ എത്തി മാത്രമേ എറണാകുളത്തിന്റെ വികസനങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടൂ എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് LDF സ്ഥാനാർത്ഥി. അതോടൊപ്പം തന്നെയാണ് BJP NDA സ്ഥാനാർത്ഥിയും 2020 സ്ഥാനാർത്ഥിയും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. എന്തായാലും അവസാനവട്ട ഒരുക്കത്തിലാണ് സ്ഥാനാർത്ഥികളും. ഒപ്പം ജില്ലയിലെ ഈ പോളിംഗ് ബൂത്തുകളുടെ ഒരുക്കങ്ങൾ സുരക്ഷകളെല്ലാം ഇപ്പോൾ തന്നെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ടോടുകൂടി തന്നെ എല്ലാ ബൂത്തുകളിലും സാമഗ്രികളെല്ലാം എത്തിയ ശേഷം അവിടെ നാളെ രാവിലെ 7 മണിയോടുകൂടി തന്നെ വോട്ട് ഇടാനുള്ള സാധ്യത എല്ലാ കാര്യങ്ങളും തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. ഒപ്പം പോലീസ് ഉദ്യോഗസ്ഥർക്ക് താമസിക്കാനുള്ള സൗകര്യമെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഇന്നലെ തന്നെ കളക്ടർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. നവമി പറഞ്ഞതുപോലെ നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ഇന്ന് വളരെ പ്രതീക്ഷയോടെയാണ് സ്ഥാനാർത്ഥികൾ പ്രതികരിക്കുന്നത്. എന്തായാലും അവരുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടരുകയാണ്. ഒപ്പം നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളിലൂടെ കടന്നു പോവുകയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. നമുക്ക് മലപ്പുറത്തേക്ക് പോകാം. മലപ്പുറത്ത് നിന്നും CV അനുമോദ് ചേരുന്നു. അനുമോദിനൊപ്പം സ്ഥാനാർത്ഥിയുമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അനുമോദ്, ഇന്നലെ കൊട്ടിക്കലാശത്തിനിടെയൊക്കെ വലിയ സംഘർഷമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളിൽ എങ്ങനെ കടന്നു പോകുന്നു മലപ്പുറം? ശരി, മുൻവർഷങ്ങളിലേക്കുണ്ടായ സംഘർഷങ്ങളെ അപേക്ഷിച്ച് ഇന്നലെ കാര്യങ്ങൾ സമാധാനപരമായിരുന്നു എന്ന് പറയാം. കാര്യം മുൻവർഷങ്ങൾ കല്ലേറ് വരെ ഉണ്ടായ സാഹചര്യമുണ്ട് മലപ്പുറത്ത്. ഇന്നലെ ചെറിയ ഒന്നും തള്ളും മാത്രമേ ആ ഒരു അർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളൂ. വസീഫ് ഇപ്പോൾ മലപ്പുറത്ത് അലത്തൂർപ്പടിയിലാണ്. അദ്ദേഹം നിശബ്ദ പ്രചരണത്തിൻ്റെ തിരക്കിലാണ്. അവസാന വട്ടം ചില വീടുകളിൽ കയറി ഒന്ന് ആളുകളെ കണ്ട് സംസാരിക്കുന്നതിൻ്റെ തിരക്കിലാണ്. ആ തിരക്കിലാണ് അദ്ദേഹം നമ്മുടെ ഒപ്പം ചേരുന്നത്. വസീഫ്, ഇന്നിപ്പോൾ എന്തൊക്കെയാണ് പ്ലാന്? ഇന്ന് ഇതുപോലെ ഞങ്ങൾ താമസിച്ച വീടിൻ്റെ അടുത്തുള്ള ആളുകളെയൊക്കെ ഒന്ന് കണ്ടു. പിന്നെ ഇനി പാണ്ടിക്കാടേക്ക് പോകണം. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളും മറ്റ് ബൂത്തിലെ ഇടപെടലുകളൊക്കെ ഒന്ന് അന്വേഷിക്കണം. അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. ഈ ലാസ്റ്റ് ഫേസിൽ ഏറ്റവും അധികം ചർച്ചയാവുന്നതേ സുപ്രഭാതത്തിൽ LDFന്റെ പരസ്യം തുടർച്ചയായിട്ട് വരുന്നതും മുൻപ് അത് കത്തിച്ച ലീഗിന്റെ പ്രവർത്തകർ കത്തിച്ചൊരു സംഭവമൊക്കെയാണ്. അതൊക്കെ എങ്ങനെയായിരിക്കും പാർട്ടിക്ക് ഗുണം ചെയ്യുന്നത്? നരേന്ദ്രമോദിയുടെ പരസ്യം സുപ്രഭാതത്തിൽ വന്നാൽ സുപ്രഭാതം കത്തിക്കില്ല. നരേന്ദ്രമോദിയുടെ പരസ്യം ചന്ദ്രികയിൽ വന്നു, അതും കത്തിച്ചില്ല. അപ്പോൾ പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ രാഷ്ട്രീയം വ്യക്തമാണ്. സുപ്രഭാതത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ആരുടെ ഉദ്ദേശം? ലീഗിൻ്റെ ഉദ്ദേശം. കാരണം അവർക്ക് ചന്ദ്രിക മതി, ചന്ദ്രിക നിലനിർത്തണം. ചന്ദ്രികയിൽ നരേന്ദ്രമോദിയുടെ പരസ്യം വരിക തുടർച്ചയായിട്ട് വന്നാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മളാരും ചർച്ച ചെയ്തിരുന്നു. ഞാനിപ്പോൾ അടുത്ത ദിവസം ചന്ദ്രികയിൽ പിന്നെ നരേന്ദ്രമോദിയുടെ പടം വെച്ചിട്ടുള്ള പരസ്യമുണ്ട് എന്ന് കണ്ടത് നേരത്തെ, ഇല്ലേ? ചന്ദ്രികയിൽ പരസ്യം, അതെ. നമ്മളിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അന്ന് ആരും കത്തിച്ചില്ലല്ലോ. അന്ന് ഈ സമസ്ത വിഭാഗത്തിൽപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കൂലേ? കാരണം ചന്ദ്രിക പോലെയുള്ള ഒരു പത്രത്തിൽ നരേന്ദ്രമോദിയുടെ പരസ്യം വരുന്നു. എന്തേ കത്തിക്കാത്തത്? പക്ഷേ ഇടതുപക്ഷത്തെക്കുറിച്ച് ഇടതുപക്ഷത്തിൻ്റെ ഒരു പരസ്യം സുപ്രഭാതത്തിൽ വരുമ്പോൾ എന്തിനാണ് ഇവർ കത്തിക്കുന്നത്? അത്രയും അസ്വസ്ഥതയാണ് മുസ്ലിം ലീഗിനുള്ളത്. മുസ്ലിം ലീഗിൻ്റെ ചില നേതൃത്വം ഈ മുസ്ലിം ലീഗിനെ ഇപ്പോൾ കൊണ്ടുപോകുന്നത് തെറ്റായ പാതയിലാണ്. ആ തെറ്റായ പാതയിൽ നിന്ന് അവരെ തിരുത്താൻ ആവശ്യമായ ഇടപെടലുകളാണ് സമസ്ത നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരസ്യം വരുന്നത് സ്വാഭാവികമായിട്ട് ഇലക്ഷൻ എല്ലാ സ്ഥാനാർത്ഥികളിലും വരും. പക്ഷെ അതൊരു നയമാണെന്ന് കരുതാൻ പറ്റും. ഈ UK വിഭാഗം ഇപ്പോൾ ഒരു വലിയൊരു വിഭാഗം ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നു പറയാൻ പറ്റുമോ? അതുകൊണ്ട് മാത്രം എല്ലാ വിഭാഗവും ഞങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പറയുന്ന ഒരു കാര്യം. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുക്കം വൈസി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കേട്ട് കാണും. ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ 100% വിശ്വസിക്കാൻ പറ്റുന്ന മുന്നണി ഇടതുപക്ഷമാണ്. അല്ല, അത് അങ്ങനെ സാധാരണഗതിയിൽ പറയാറുണ്ടോ? അത് സ്വാഭാവികമായിട്ടും നിർബന്ധിച്ച് പറയിപ്പിക്കുന്ന ചില, അല്ലെങ്കിൽ അങ്ങനെ അതിനു വേണ്ടി പരിശ്രമിക്കുന്ന കുറച്ച് ആളുകൾ ഇതിനകത്തുണ്ട്. അത് സ്വാഭാവികമായിട്ടും ലീഗിന്റെ ഭാഗമായി നിൽക്കുന്നവരാ. ഇപ്പോൾ അതിൽ തന്നെ ഒരു നാസർ ഫൈസി കൂടത്തായി, അദ്ദേഹത്തിന് പച്ചക്ക് ഞാൻ മുസ്ലിം ലീഗുകാരനാണ്, ഞാൻ മുസ്ലിം ലീഗിന് വേണ്ടി പ്രവർത്തിക്കും. അദ്ദേഹത്തിന് സമസ്തയല്ല വലുത്, അദ്ദേഹത്തിന് ലീഗാ വലുത്. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഞാൻ വേണേൽ നിങ്ങൾക്ക് അയച്ചു തരാം. അദ്ദേഹം
എന്നെക്കുറിച്ചൊക്കെ വ്യക്തിപരമായിട്ട് പറയുക. ഞങ്ങൾ അവിടെ ചെന്നാൽ ഇന്നത്, അവിടെ ചെന്നാൽ എന്നെയും പൊന്നാനിയിലെ ഹംസയും ഒക്കെ വ്യക്തിപരമായി പേരെടുത്ത് ഒരു യോഗത്തിൽ പോയി പ്രസംഗിക്കുക. അദ്ദേഹം എങ്ങനെയാണ് പണ്ഡിതനാവുക? അദ്ദേഹം ഒരു പണ്ഡിതനാണോ? പണ്ഡിതന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോ? സമസ്തയുടെ നേതൃത്വമാണോ അദ്ദേഹം? ഈ സമസ്തയിലെ സാധാരണക്കാർ, ഞങ്ങളിൽ പെട്ട ആളുകളും ഉണ്ടല്ലോ സമസ്തയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവർ. പൂർണ്ണമായിട്ടും ലീഗൊന്നുമല്ല, സമസ്തയിൽപ്പെട്ട ഒരുപാട് പേര് ഞങ്ങളുടെ പ്രവർത്തകരുണ്ട്. അവർ ഒക്കെ ഇത് കേട്ടാൽ എന്താ പ്രയാസമല്ലേ? അങ്ങനെ ഇദ്ദേഹത്തിന് ഏകപക്ഷീയമായിട്ട് നിലപാടെടുക്കാൻ പറ്റുമോ? ഇദ്ദേഹം ഈ പള്ളികളിൽ നിന്ന് അതേപോലെ മദ്രസകളിൽ നിന്നൊക്കെ ഞങ്ങൾ ശരിയാക്കി തരാം. അപ്പോൾ അതിൻ്റെ വോയിസൊക്കെയാണ്, ഭീഷണിയാണ്. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, അതിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാ? ഇവിടെ കളം മാറി എന്നുള്ളത് കൊണ്ടാ. അതുകൊണ്ടാ ഈ സമസ്തയുടെ നേതൃത്വമായിരിക്കുന്ന അല്ലെങ്കിൽ നേതൃത്വമാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ഈ നാസർ ഫൈസി കൂടത്തായിയെ പോലുള്ളവർക്ക് തെരുവിൽ സാധാരണ KM ഷാജി ആവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാ? KM ഷാജി സമം നാസർ ഫൈസി കൂടത്തായി മാറിയില്ലേ ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ? ആ രീതിയിലേക്ക് മാറിയില്ലേ? KM ഷാജിയെ കേൾക്കുന്ന പോലെ തന്നെ ഇപ്പോൾ ആൾക്കാർ നാസർ ഫൈസി കൂടത്തായും ചർച്ച ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ കാരണം മുസ്ലിം ലീഗിനനുസരിച്ച് ഇവർ തുള്ളാൻ തുടങ്ങിയുണ്ട്. മുസ്ലിം ലീഗിലെ ചില ഇന്നത്തെ തെറ്റായ രീതിയിൽ പോകുന്ന നേതൃത്വത്തിനെതിരെ ഇവർ ഇടപെടുന്നുണ്ടാകും എല്ലായിടത്തും. അതായത് ഏത് വിഭാഗത്തിനും നമുക്ക് ഇത്തവണ അനുകൂലമായിട്ടുള്ള വോട്ട് കിട്ടും. കാരണം എല്ലാ വിഭാഗങ്ങളും എന്ന് വസീഫ് പറയുമെങ്കിലും മുൻകാലങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് ഇത്തവണ അനുകൂലമായിട്ടുള്ള വോട്ട് ഏത് വിഭാഗങ്ങളിലൊക്കെ ഉണ്ട്? അത് മുസ്ലിം ലീഗിൻ്റെ സാധാരണ പ്രവർത്തകർ, യഥാർത്ഥ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ, അതായത് മുസ്ലിം ലീഗിൻ്റെ അസ്തിത്വം സംരക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഞങ്ങളോടൊപ്പം നിൽക്കും. കോൺഗ്രസിൻ്റെ മതനിരപേക്ഷത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം, അധികാരത്തിൻ്റെ അപ്പുറത്തേക്ക് കോൺഗ്രസ് നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഞങ്ങളോടൊപ്പം നിൽക്കും. ഈ തെരഞ്ഞെടുപ്പോടുകൂടി മുസ്ലിം ലീഗ് ആയാലും കോൺഗ്രസ് ആയാലും അവരുടെ നേതൃത്വത്തിൽ വലിയ മാറ്റമുണ്ടാക്കും. കാരണം അതാണ് തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് വസീഫിന് പറയാനുള്ളത്. എന്തായാലും വളരെ ആത്മവിശ്വാസത്തിലാണ് വസീഫ് ഉള്ളത്. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച വിജയം കൈവരിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ആലപ്പുഴയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി AM ആരിഫ് ഉള്ളത്. 2 മാസക്കാലമായി നീണ്ട പ്രചാരണങ്ങൾ അവസാനിച്ച് നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകാനിരിക്കെ ന്യൂസ് 18നോട് പ്രതീക്ഷകൾ പങ്കുവയ്ക്കുകയാണ് ആരിഫും കുടുംബവും. 2 മാസത്തോളം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചരണം, വലിയ വാശിയേറെ പ്രചരണം, അതിനിടയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള വാക്പോരുകളൊക്കെ ആയിട്ട് ഭയങ്കര ആവേശകരമായിരുന്നു ആലപ്പുഴയിലെ ഇത്തവണത്തെ എല്ലാ മുന്നണികളുടെയും തെരഞ്ഞെടുപ്പ് പ്രചരണം. ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് ആശ്വാസത്തിന്റെ ഒരു ദിവസം കൂടിയാ അല്ലെ? കുറെ ഓട്ടത്തിന് ശേഷം ഒന്ന് ഇന്ന് കൂടെ രാവിലെ കയറി ഈ 8 മണിയാകുമ്പോ ഓപ്പൺ ജിപ്പിൽ കയറി നിന്നാൽ നിൽക്കുന്ന അടിവ് ഓക്കെ ആയിക്കോളല്ലേ? കാല് കണ്ടില്ല, നീരാ, മൊത്തം നീരായി. ഈ നിപ്പ് രാത്രി 11 മണി വരെ ഇങ്ങനെ നിൽക്കുകയല്ലേ. അപ്പോൾ ഉച്ചയ്ക്ക് ഇച്ചിരി വിശ്രമിക്കാന്ന് വെച്ചാൽ ഒരിക്കലും നടക്കത്തില്ല. കാര്യം ടൈമിൽ തുടങ്ങത്തില്ല, ടൈമിൽ തീരത്തില്ല. ആകെ 1 മണിക്കൂർ. ഇന്നതൊന്നും ഇല്ല അല്ലെ? ഇന്നൊരു മൊത്തത്തിൽ വെച്ച് കാരണം രാവിലെ ഉറങ്ങിയോ? ഇന്നാണ് ഇച്ചിരി സത്യം പറയാൻ ഇന്നലെ ഒരു 11:30 കിടന്നു. 11:30 ശേഷം ഒരുപാട് കോള് വന്നിട്ടുണ്ട്. ഞാൻ രാവിലെ വിളിക്കാൻ പറ്റില്ല. അവര് കുറച്ച് നേരത്തെ ഉറങ്ങാൻ പറ്റി ഇന്നലെ ദിവസം അല്ലേ? ഇന്നലെ ഒരു 11:30 ഉറങ്ങി. രാവിലെ 5:45 എല്ലാവരും വെച്ച് എഴുന്നേറ്റു. ആരിഫിക്കാം നടക്കാം. എന്നിട്ട് ഇന്ന് ഇച്ചിരി രാവിലെ ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ്. അതുകൊണ്ടൊരു ഒരു സത്യം പറഞ്ഞ തലയ്ക്കൊരു ഇച്ചിരി ചെറിയൊരു ഒരു കൂളിംഗ് അനുഭവപ്പെടുന്നുണ്ട്. ഇനിയിപ്പം ഒരു ദിവസമേ ഉള്ളൂ അല്ലെ? ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണ്? ഞാൻ നേരത്തെ നിശ്ചയിച്ച പരിപാടി ചില ക്രമപ്പെടുത്തൽ വരുത്തിയിട്ട് ഇവിടെ കടച്ചോളന്നൊരു ഒരു മരണ വീട്ടിൽ കയറിയിട്ട് നേരെ കരുനാഗപ്പള്ളിക്ക് പോവാം. ഇന്നലെ അവിടെ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടി ഉൾപ്പെടെ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി ബാലേന്ദ്രൻ ഉൾപ്പെടെ എല്ലാം ഹോസ്പിറ്റലിലാണ്. അപ്പൊ അവരൊക്കെ ഒന്ന് പോയി കാണണം. അപ്പൊ ഇവിടെ ചേച്ചിയുണ്ട്, ആരിഫിക്കയുടെ വൈഫുണ്ട് നമ്മളോട്. ചേച്ചി, കുറച്ച് ദിവസത്തിന് ശേഷം ഇന്നലെ ഭർത്താവ് നേരത്തെ വീട്ടിൽ കയറിയല്ലേ? അത്ര നേരത്തെ ഒന്നുമല്ല, എന്നാലും എല്ലാ ദിവസവും 1 മണി 2 മണിക്ക്. 2 മണിന്ന് മാറിയിട്ട് ഒരു 10:30 ആയപ്പോ എത്തി. ഉറങ്ങണോന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് തോന്നുന്നു പിന്നെയും കുറെ കഴിഞ്ഞാണ് ഉറങ്ങിയത്. ഇന്നലെ ഇച്ചിരി ഉറങ്ങി. ഭയങ്കര ഡോക്ടറല്ലേ, ഭയങ്കര ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ അല്ലേ? ഈ ഓപ്പൺ ജീപ്പിൽ ഞങ്ങൾ കുറച്ച് ബൈറ്റ് എടുക്കാൻ കയറിയപ്പോ തന്നെ നമുക്ക് മനസ്സിലായി ഇതൊരു പോക്ക് ഭയങ്കര പാടാണെന്നുള്ളത്. അത് പുള്ളിയുടെ മൈൻഡ് സെറ്റിന്റെ പ്രത്യേകതയാണ്. ജയിക്കണം, അത് മാത്രമാണ് പുള്ളിയെ ഭരിക്കുന്ന ചിന്ത. അതുകൊണ്ട് ഈ പറയുന്ന വെല്ലുവിളികളെല്ലാം തന്നെയും പുള്ളി അതിജീവിച്ചു. ഈ കഠിനമായ ചൂട്, കഠിനമായ വെയിൽ, പിന്നെ രാവിലെ തുടങ്ങിയുള്ള യാത്ര, രാത്രിയിലാണ് റോഡ് ഷോ കഴിയുക. നോമ്പ്, 1 മാസം നോയമ്പായിരുന്നു, വെള്ളം പോലും കുടിക്കാതുള്ള. പിന്നെ ഭക്ഷണമാണെങ്കിൽ ഏതെങ്കിലും പള്ളികളിൽ ആ സമയത്ത് കിട്ടുന്ന ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ലാതെ വേറെ വലിയ ഓപ്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അതിനെയൊക്കെ അതിജീവിച്ച് അത് മനക്കരുത്തും. എനിക്ക് തോന്നുന്നു LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം 2 മാസം ഉണ്ടായിരുന്നു അല്ലേ? കാരണം നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥി പ്രചരണവും ഭയങ്കരമായിരുന്നു. ദീർഘമായ ഒരു കാലയളവ് കഴിഞ്ഞ് നാളെ ഇലക്ഷനിലോട്ട് പോകും. എന്നാ തോന്നുന്നു? വളരെ കോൺഫിഡന്റ് ആണ്.
കോൺഫിഡന്റ് ആണ്? 100% വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കും. നേരത്തെ ആരിഫിക്ക പറഞ്ഞിട്ടുണ്ട്, അതായത് ഞാനും എന്റെ ഭാര്യയും ഒഴിച്ച് ബാക്കി ആരും വിശ്വസിച്ചിട്ടില്ല ഗൗരിയമ്മയെ താൻ പരാജയപ്പെടുത്തുമെന്ന്, അല്ലെ? ആ സമയവും ഈ സമയവും ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ എന്താ അവസ്ഥ? ഇപ്പൊ കുറച്ചുകൂടി കോൺഫിഡൻസ്, എക്സ്പീരിയൻസ് അല്ലേ? ഇല്ല, അന്നത്തെ വെച്ച് നോക്കുവാണെങ്കിൽ ഇതൊന്നും അല്ല. കാര്യം അന്ന് എല്ലാവരോടും ഞാൻ പറഞ്ഞിരുന്നു ഉറപ്പായിട്ടും ജയിക്കും, 5000 വോട്ടിനെങ്കിലും ജയിച്ചിരിക്കും. അപ്പൊ അന്ന് എല്ലാവരും എന്നെ സഹതാപത്തോടു കൂടി നോക്കി, അയ്യോ പാവം ഭർത്താവിനുള്ള സ്നേഹം കൊണ്ട് ഭ്രാന്തായി പോയെന്നോ അങ്ങനെയൊക്കെ വളരെ സഹതാപത്തോടു കൂടിയാ നോക്കി. ഇന്ന് വളരെ വ്യത്യസ്തമാണ് സ്ഥിതി. ജനങ്ങൾ അംഗീകരിക്കുന്ന നേതാവാണ്. അന്നെന്ന് പറഞ്ഞാൽ ഗൗരിയമ്മ അത്രയും ശക്തിയായ നേതാവാണ്. KC വേണുഗോപാലിനെ പോലെയല്ല, അതിനു മുകളിലാണ് ഗൗരിയമ്മ നിന്നിരുന്നത്. ആരും അറിയുന്നില്ലായിരുന്നു. ഇന്നിപ്പം എല്ലാവരുടെയും പിന്തുണയുണ്ട്, പ്രത്യേകിച്ച് യുവജനങ്ങളുടെ പിന്തുണയുണ്ട്, എല്ലാ നാടിന്റെ മൊത്തത്തിലുള്ള സപ്പോർട്ടുണ്ട്. ഇലക്ഷൻ ഓരോ ഇലക്ഷൻ കഴിയുന്തോറും നമ്മുടെ ഒരു എക്സ്പീരിയൻസും അല്ലേ, അതൊരു ഭയങ്കര സ്ട്രാറ്റജിയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നതിൽ അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യില്ലേ? കുറച്ചുകൂടി എളുപ്പമായി വരുന്നുണ്ടോ ഇലക്ഷൻ? നമ്മുടെ ഈ പോകുമ്പോൾ ആളുകളുടെ ഒരു മനോഭാവം മുഖത്തോട്ട് നോക്കിയാൽ നമുക്കറിയാം, കള്ളച്ചിരിയാണോ യഥാർത്ഥ ചിരിയാണോ, കാണാൻ കാണിക്കുന്ന ആവേശം വോട്ടിൽ പ്രതിഫലിക്കും. ഇപ്പോൾ സത്യം പറയാമെങ്കിൽ കഴിഞ്ഞ തവണ ഞാൻ 1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷം ജയിക്കേണ്ടതാണ്. അത്ര ജയിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ 10,400 പോയി. പക്ഷെ ആ 1,10,400 എന്ന് പറയുന്ന അംഗസംഖ്യ, ആ അക്കത്തിന് 1,40,000 വോട്ടിന്റെ വാല്യൂ ഉണ്ട്. അതെ, അന്ന് ഒറ്റ ആളാണ് വിജയിച്ചത്. ആ വാല്യൂ ഞാൻ പറയുന്നത് അസസ് ചെയ്യുന്ന വേറെ ഒന്നും കൊണ്ടല്ല, എന്റെ ചുറ്റുപാടുമുള്ള കൊല്ലം, എറണാകുളം, കോട്ടയം, മാവേലിക്കര, ഇതിന്റെ ബൗണ്ടറി എല്ലാം 1 lakhന് മേളിലാണ്. അവരുടെ ഇടതുപക്ഷ UDFന്റെ ഭൂരിപക്ഷം എല്ലാം 1 lakhന് മേളിലാണ്. അപ്പൊ ഞാൻ കറക്റ്റാണ്, എന്റെ വാല്യൂ കറക്റ്റാണ്. അന്ന് ഇങ്ങനെ ഒരു അസസ്മെന്റ് ഉണ്ടായിരുന്നു ആരിഫിക്ക്? എല്ലാ പ്രാവശ്യവും ഓരോ കണക്ക് പറയും. നമ്മൾ ഫീൽഡിൽ ഇറങ്ങിയ ഉടനെ തന്നെ എനിക്ക് മനസ്സിലായി സംഗതി കുറച്ചെന്തോ നെഗറ്റീവ്സ് എനിക്ക് സ്പാർക്ക് ചെയ്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നെഗറ്റീവ് സ്പാർക്ക് ചെയ്തു. കാര്യം നെഗറ്റീവ് സ്പാർക്ക് ചെയ്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, ഒക്കെ ഉണ്ടായത്. അപ്പൊ അതിലൊരു വലിയ പരിധിയിൽ ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ ആളുകളുടെ ഇടയിലെ മനോഭാവത്തിൽ പിന്നെ ആളെ കാണാൻ കൂടിയെങ്കിലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്നുള്ള പ്രചാരണം നന്നായി ഇഫക്റ്റ് ചെയ്തു. എന്നിട്ടും പക്ഷെ ഒരു ഇത് വെച്ചിട്ട് ഞാനിത് പറഞ്ഞത് കറക്റ്റാണ് എൻ്റെ. അത് ശരിയാണ് കേട്ടോ, ആരിഫിക്ക് കൃത്യം കണക്കുകളുണ്ട്. അത് എല്ലാ പ്രാവശ്യവും നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാവും, ഓരോ പ്രാവശ്യവും പറയുന്ന കണക്കുകൾ ശരിയാവുന്നുണ്ട്. ചേച്ചി ഇവിടെ സൈഡിൽ നിന്നിട്ട് പറയുന്നു രാഹുൽ ഗാന്ധി ഉണ്ട്, പൊളിറ്റിക്സ് എങ്ങനെ നോക്കുന്ന ആളാ? ഞാൻ അപ്ഡേറ്റഡ് ആണ്. എല്ലാം ഈ സമയം ഇവിടെ കിട്ടുന്ന രാഷ്ട്രീയ ഭർത്താവുമായിട്ടുള്ള ഡിസ്കഷൻ? ഇല്ലില്ല, വീട്ടിലെ ഡിസ്കഷനേ ഇല്ല, അങ്ങനെ ഒരു കാര്യമായി സംസാരിക്കാറില്ല. ഞാൻ എല്ലാ പത്രങ്ങളും വായിക്കും, ചാനലുകൾ, ഈ രാഷ്ട്രീയ ഡിസ്കഷൻസ് എല്ലാം വാച്ച് ചെയ്യും. അപ്പം സത്യം പറഞ്ഞാൽ ആലപ്പുഴയിൽ ഇത്തവണ എല്ലാം തലയെടുപ്പുള്ള നേതാക്കന്മാർ എല്ലാ മുന്നണിയിലും മത്സരിക്കുന്നില്ല. ശരിക്കും ഒരു ഭയങ്കര ഒരു മത്സരം, എല്ലാ രീതിയിലും ഒരു മത്സരം വരുന്നത്, എല്ലാ രീതിയിലുള്ള മത്സരമുണ്ട്. എല്ലാവരും ഹൈലി സ്പിരിറ്റഡ് ആണ്. UDF ക്യാമ്പാണെങ്കിലും. നാളെ എപ്പോഴാണ് നിങ്ങൾ രണ്ടുപേരും വോട്ട് ചെയ്യാൻ പോകുന്നത്? എവിടെയാണ്? എല്ലാ കാര്യങ്ങളും പറഞ്ഞു. രാവിലെ 7 മണിക്ക് തന്നെ പോകും. ഞങ്ങൾ ആദ്യം തന്നെ വോട്ട് ചെയ്യും. എനിക്ക് മറ്റു സ്ഥലങ്ങളൊക്കെ പോകണ്ടല്ലേ, അപ്പൊ നേരത്തെ തന്നെ പോയി വോട്ട് ചെയ്തിട്ട് പോകാൻ നോക്കി. മോൾക്ക് രാഷ്ട്രീയം വല്ലതും ഉണ്ടാടാ? ഇല്ല, അങ്ങനെയില്ല. മോളുടെ പേരെന്ന് പറഞ്ഞു? ഞാൻ ഡ്രസ്സാണ്. ഓക്കെ, എന്നാ ചെയ്യുന്നു? ഞാൻ ഹോമിയോപ്പതി ഫൈനൽ ഇയർ ആണ്. അമ്മയുടെ വഴിയിൽ തന്നെയാണ്, ഒരു രാഷ്ട്രീയം ഇല്ല. അച്ഛന്റെ രാഷ്ട്രീയം നോക്കുന്നുണ്ടോ? രാഷ്ട്രീയം വാപ്പിനെ നോക്കേണ്ട കാര്യം വാപ്പി ചെയ്യുന്നുണ്ട്. വാപ്പി ഫുൾ ടൈം ജനങ്ങൾക്ക്. അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളാന്ന് എനിക്കറിയാം. അമ്മ മറ്റേ ഒരു നേവി ബാക്ക്ഗ്രൗണ്ടും അതും ആർമി ബാക്ക്ഗ്രൗണ്ടും ഒക്കെ വരുന്ന ഒരു സ്ട്രിക്റ്റ് പേഴ്സൺ ആണെന്ന് അറിയാം. അത്തരത്തിൽ രാഷ്ട്രീയം ഒന്നും അമ്മ ചർച്ച ചെയ്യാൻ സമ്മതിക്കില്ല വീട്ടില് വാപ്പിന്? ഇല്ല, വാപ്പി അങ്ങനെ വീട്ടിൽ വന്നിട്ട് രാഷ്ട്രീയം വാപ്പിനെ കിട്ടാറില്ല. വാപ്പി ഇങ്ങനെ വീട്ടിൽ വരുന്ന. നീ കൃത്യമായിട്ട് കണ്ടിട്ട് എത്ര കാലായി? ഒരു ഡേ ഫുള്ള് ബാപ്പിനെ വീട്ടിൽ കണ്ടിട്ട് കുറെ കാലായോ? അയ്യോ, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന പെരുന്നാൾ അന്ന് രാവിലെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ പോയി. പിന്നെ ഞാൻ ഇന്നലെയാണ് റോഡ് ഷോ, ഇന്നലെ ആ കലാശക്കൊട്ടിന് ജീപ്പിൽ നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. അമ്മ പിന്നെ രാത്രിയെങ്കിലും കാണുന്നുണ്ടെന്ന് പറയാല്ലേ? എന്തെങ്കിലും മെഡിസിൻ എങ്കിലും ചോദിക്കും, ശരീരം ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മെച്ചപ്പെടുത്താൻ മരുന്ന് കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ചൂട് പ്രതിരോധിക്കാനും അങ്ങനെയൊക്കെയുള്ള എത്ര എന്താണ് പ്രതീക്ഷ? നേരത്തെ പറഞ്ഞ അടിയൊഴുക്കുണ്ടാവുന്ന എനിക്കൊന്ന് എല്ലാ മുന്നണിയിലും അടിയൊഴുക്കുണ്ടാവുന്ന തെരഞ്ഞെടുപ്പാവുമല്ലോ. എല്ലാ മുന്നണിയിലും അടിയൊഴുക്കൊക്കെ ഉണ്ടാവും. സാധാരണ ഇലക്ഷൻ ഉണ്ടാകുന്ന പോലെ അടിയൊഴുക്കുണ്ടാവും. നല്ലവണ്ണം KC പോലെ ചില അടിയൊഴുക്കുകൾക്ക് നല്ല രീതിയിൽ ശ്രമിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് അടിയൊഴുക്കളൊക്കെ അതിജീവിച്ച് നല്ല വിജയം ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഭൂരിപക്ഷം ഉയർത്തുന്ന 100% ഉറപ്പ്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഭൂരിപക്ഷം ഉണ്ടാവും. 100% ഉറപ്പ്. അപ്പൊ ആശംസകൾ.
നാളെയും ഒപ്പം തന്നെ വോട്ടെടുന്ന ദിവസവും വിജയത്തിൻ്റെതാവട്ടെ. എല്ലാവർക്കും, കുടുംബത്തിന് എല്ലാവർക്കും ആശംസകൾ. എന്നാലും ഇലക്ഷൻ കഴിഞ്ഞ് 2 ദിവസം നിന്റെ അച്ഛനെ കൂടെ പിടിച്ചു നിർത്തണം കേട്ടോ. ഞാൻ ഉണ്ടാകത്തില്ല, ഞാൻ തിരിച്ച് കോളേജ്, എനിക്ക് എക്സാം. വോട്ട് കഴിഞ്ഞിട്ട് അങ്ങ് പോവല്ലേ. അപ്പൊ എന്തായാലും നിങ്ങളുടെ പ്രതീക്ഷകൾ എല്ലാം ഫലവത്താവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. ആ ഒരു ആശ്വാസത്തിൽ, കാരണം ഇത്രയും ദിവസത്തെ ഒരു പ്രചരണം കഴിഞ്ഞ് ഒന്നൊന്ന് സമാധാനമായിട്ട് ഉറങ്ങി എഴുന്നേറ്റ് ഇന്ന് മറ്റാളുകളെയൊക്കെ കാണാൻ പോവുകയാണ് AM ആരിഫ്. കൊല്ലത്ത് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു, കരുനാഗപ്പള്ളിയിൽ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു, ചേർത്തലയിൽ ഉണ്ടെന്ന് പറഞ്ഞു. അത്തരത്തിലുള്ള കൂടിക്കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ ദിവസം. കുടുംബത്തിനോടൊപ്പം കുറച്ചു നേരം കുറേ ദിവസത്തിന് ശേഷം ചെലവിട്ടു എന്നുള്ള പ്രത്യേകതയും ഇന്നുണ്ട്. അമ്മയും മകളും ഒക്കെ ഒരുമിച്ചാണ്. രാവിലെ ഒരു സന്തോഷകരമായ അന്തരീക്ഷത്തിലാണ് ഇടത് സ്ഥാനാർത്ഥി പ്രചരണവുമായി മുന്നോട്ട് പോകുന്നത്. തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം ഉയർത്തും, എത്ര അടിയൊഴുക്കുകൾ ഉണ്ടെങ്കിലും കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം ഉയർത്തും എന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസം പങ്കുവച്ചാണ് AM ആരിഫ് ഇപ്പോൾ മടങ്ങുന്നത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ശരി, വരും മണിക്കൂറുകളിലും എന്തായാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് നമ്മൾ ഇന്ന് ഈ വാർത്താ ദിനത്തിൽ പ്രതീക്ഷിക്കുന്നത്. വയനാട്ടിൽ ഭക്ഷ്യക്കിറ്റ് വിവാദം അടക്കം ഉയർന്നിട്ടുണ്ട്. അതിനുള്ള മറുപടിയുമായി BJP രംഗത്ത് വന്നിരിക്കുന്നു എന്ന് വേണം അറിയാൻ. വരും മണിക്കൂറുകളിൽ അതിന്റെ വിശദാംശങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കും. വാർത്താരംഭം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. പൊടിപാറിയ ആവേശ പ്രചരണം തീർന്നു. ഇനി വിധിയെഴുത്ത്. കേരളം വോട്ട് ചെയ്യുമ്പോൾ ഓരോ പോളിംഗ് ബൂത്തിലെയും തത്സമയ വിവരങ്ങളുമായി ന്യൂസ് 18 കേരളം. നാളെ രാവിലെ 6 മുതൽ തത്സമയം. ന്യൂസ് 18 കേരളം, മലയാളത്തിന്റെ ദേശീയ ചാനൽ. നേരത്തെ